മോനെയും കൂട്ടി തോട്ടത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ മോൻ്റെ ഉപ്പ പണിക്കാരെയും കൊണ്ട് പോകാൻ വണ്ടി കയറിയപ്പോൾ മോനും പോയി കയറാൻ. അവർ ധൃതിയിലായത് കാരണം വേഗം പോയി. മോൻ ആകെ ഡെസ്പായി. പുള്ളിക്ക് വിഷമായി. തോട്ടത്തിൽ പോയി എന്നെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു റെഡിയായിരിക്കെ, ഞാൻ അവനെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അഞ്ചന്മാർ ഇല്ലാത്തത് കൊണ്ട് അവനും എന്തോരം മാതിരിയാണ്. അപ്പോൾ ഇപ്പോൾ മോൻ്റെ ഉപ്പാൻ്റെ കൂടെയാണ് നടത്തം കുറച്ച് കൂടുതലാണ്. അവരെവിടെ പോകുമ്പോഴും അവനും കൂടെ പോകണം. അവൻ്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് കണ്ടറിയാൻ തന്നെ വേണം. അല്ലാതെ ഇഷ്ടക്കേട് ഇതൊന്നും തിരിച്ചറിയാൻ കാരണം പെരുമാറ്റത്തെ കൂടെ ഒന്നും മനസ്സിലാവില്ല. മുഖഭാവത്തുനിന്നോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കല്ലാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വാശിയുണ്ടാവില്ല. വേറെ ചില കാര്യങ്ങൾക്കൊക്കെ വാശിയായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പര് നല്ല ഹാപ്പിയായി. അവിടെ പോയാൽ ഈ പണിക്കാരൊക്കെ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ അവിടെ ഇങ്ങനെ നടക്കും, അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ. പണിക്കാർ പണിയെടുക്കുന്നത് കാണാൻ ഇത്ര ഒരു സന്തോഷം മൂപ്പർക്ക്. അവർ എല്ലാം അറിയുന്ന ഒരു സൂപ്പർവൈസർ മാതിരി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഓട്ടിസമുള്ള കുട്ടികൾക്ക് തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, അതവർക്ക് കറക്റ്റ് ചെയ്യുക, അതായത് എല്ലാതും പെർഫെക്റ്റ് ആയിരിക്കണം. ഷാബിയുടെ വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവന് എന്ത് കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവനിക്കൊരു തരം ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആണ്. ഒരു തേങ്ങ ചിരവുകയാണെങ്കിൽ അതിൽ ഒന്നും ഉണ്ടാവില്ല ബാക്കി തേങ്ങയായിട്ട്. പൊളിക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും വൃത്തിയായിട്ടും നീറ്റായിട്ടും മാത്രമേ ഉള്ളൂ ചെയ്യാം. അങ്ങനെ അവർക്ക് പഠിപ്പിക്കാനും പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പെർഫെക്ഷൻ ഉണ്ടാവും. അത് അവരുടെ ഏറ്റവും ഒരു ക്വാളിറ്റിയുമാണ്, അതേപോലെ തന്നെ ഒരു കുറവുമാണ്. കാരണം ഇതുപോലെ ഫുള്ള് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും അവർക്കൊരു കാര്യം ചെയ്ത് തീർക്കണമെങ്കിൽ. അതൊരു വലിയ പോരായ്മയാണ്. നമ്മുടെ നോട്ടത്തിലൊരു പോരായ്മ അല്ലെങ്കിലും ഇവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അത് പെർഫെക്റ്റ് അല്ലാതാവുമ്പോൾ. അപ്പോൾ ഞാൻ അടിച്ചു വാരുമ്പോഴൊക്കെ അവനിക്ക് ആ പെർഫെക്ഷൻ ഇല്ലാതാക്കാനും കൂടി ഞാൻ മനഃപൂർവ്വം ശ്രമിക്കും. കാരണം അത് അവർക്ക് പെർഫെക്ഷൻ ഇല്ലാതാവുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ഇടങ്ങേറുണ്ടാവും. ആ ഇടങ്ങേറിനെ അവർ മറികടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിതത്തിലും ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു കടന്നു പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഓരോ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട്. വേറുള്ള ആൾക്കാർ ഷർട്ടിൻ്റെ ബട്ടൺസ് നേരെ ഇട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഇവരുടെ ഒരു സെൻസറി പ്രോബ്ലം കൊണ്ടാണ്. മറ്റേ പണിക്കാർ പണിയെടുത്ത് പോയി വീട്ടിൽ വന്ന് അവർ കൈയും മുഖവും കഴുകണതും എല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആൾ. ഇത്ര ഒരു സന്തോഷമുള്ള കാര്യമല്ല മൂപ്പർക്ക്.